കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പൂപ്പൊലിയുടെ ഭാഗമായി നടന്ന കാർഷിക സെമിനാർ, കാർഷിക കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ സഹവാസ പ്രവൃത്തി പരിചയ പരിപാടി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ വിളകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനാകും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് സ്ഥിരം സംവിധാനമുണ്ടാകണം. കാപ്കോ പൂർണ്ണമായി നടപ്പാക്കുമ്പോൾ അഗ്രോ പാർക്കുകൾ വയനാട്ടിലുണ്ടാകും. അതുവഴി ഉൽപ്പന്നങ്ങളെ മികച്ച രീതിയിൽ മാർക്കറ്റ് ചെയ്യാനാകും. ധാന്യങ്ങൾക്ക് പുറമെ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈൻ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും പൂക്കൃഷി ആനന്ദത്തിനും ആദായത്തിനും വേണ്ടിയുള്ളതായി മാറ്റണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വയനാടിന്റെ സവിശേഷതകൾ മാർക്കറ്റ് ചെയ്യപ്പെടണം. സംസ്ഥാനത്ത് 30,000 കൃഷിക്കൂട്ടങ്ങൾ ആരംഭിച്ച് 3 ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയുടെ പ്രവർത്തനം ഈ വർഷം ആരംഭിക്കുമെന്നും കാർഷിക മേഖലയ്ക്ക് ഇത് മുതൽക്കൂട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആനന്ദത്തിനും ആദായത്തിനും പൂക്കൃഷി ഉപകരിക്കും എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഇവിടെ ഈ തയ്യാറാക്കിയിരിക്കുന്നതെല്ലാം. നമുക്കിന്ന് പൂക്കൾ വേണ്ടാത്ത കാര്യങ്ങളില്ല. ആഘോഷങ്ങൾക്ക്, ആനന്ദകരമായ ഇടങ്ങൾക്ക് എല്ലാം നമ്മൾ പൂവിനെ ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ, മറ്റ് ആരാധനാലയങ്ങൾ എന്നിവയിലെല്ലാം നമുക്ക് പൂക്കൾ അനിവാര്യമാവുന്നുണ്ട്. മറുനാടുകളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന പൂക്കൾ കൊണ്ടാണ് ഇതെല്ലാം അലങ്കരിക്കുന്നത് എന്നുള്ള കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ പൂക്കൾ കൊണ്ട് നമുക്ക് നമ്മുടെ ആഘോഷത്തെ ഗംഭീരമാക്കിക്കൂടെ? നമ്മുടെ നാട്ടിലെ പൂക്കൾ കൊണ്ട് നമുക്ക് ഒരുക്കങ്ങൾ നടത്തിക്കൂടെ? നമ്മുടെ നാട്ടിലെ പൂക്കൾ കൊണ്ട് ആരാധനാലയങ്ങളിൽ അതിൻ്റെ ഉപയോഗങ്ങൾ ക്രമീകരിച്ചുകൂടെ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ചെയ്യാൻ കഴിയും എന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൂക്കൃഷി നല്ലവണ്ണം നടത്തുന്നതിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ അധ്യക്ഷത വഹിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക ബാലകൃഷ്ണൻ, സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുധി, അമ്പലവേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഹഫ്സത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷമീർ, കേരള കാർഷിക സർവകലാശാല ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജേക്കബ് ജോൺ, അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം ഡോക്ടർ CK യാമിനി വർമ്മ, സർവകലാശാല പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അമ്പലവയൽ.